ഹായ് ഓൾ. എനിക്ക് മാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനും കുട്ടികളും മാംഗ്ലൂർ പോകുന്നതെന്ന് പറയുമ്പോൾ ഉമ്മയും പറഞ്ഞ് ഞങ്ങളും വരുന്ന കൂടെ എന്ന്. അങ്ങനെ ഉമ്മാനും സിസ്റ്ററിനും കൂടി ഞാൻ കൂട്ടിയിട്ട് നേരെ മാംഗ്ലൂരിലേക്ക് രാവിലെ തന്നെ വിട്ടു. ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഫാറമുള്ളിൽ പോകാമെന്ന് വിചാരിച്ച്. കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ അവിടത്തേക്ക് തന്നെ വിട്ടു. ഇവരൊക്കെ ആണെങ്കിൽ നല്ലോണം ടയേർഡായിട്ടുണ്ട്, ലോങ് ജേർണി ആണല്ലോ. പിന്നെ ഇവരൊക്കെ ഇറങ്ങിയിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാളിലൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ലിതാഫൊക്കെ എവിടെ പോകുമ്പോൾ അമ്മ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറാനാണ്. ഇത് പറയുമ്പോൾ തന്നെ അവന് പെട്ടെന്ന് റെഡിയായിട്ട് ഞാനും വരുന്നു. അങ്ങനെ ഞങ്ങൾ മാളിനകത്ത് കയറി. ആദ്യം ഞങ്ങൾ ഷോപ്പിങ് കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. നേരെ പോയിട്ട് ഫുഡ് കോർട്ടിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം വാങ്ങിക്കാൻ നോക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നുള്ളത്. അങ്ങനെ അങ്ങ് പോകുന്നേരം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തോണ്ടുണ്ടായിന്. പിന്നെ ഉമ്മക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നല്ലോണം വിശക്കുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കാനും നിന്നില്ല, നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന സമയത്ത് ഓരോരു ഷോപ്പൊക്കെ നോട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എത്ര പോയാലും മറക്കുമല്ലോ. ചില സമയത്ത് ചില ഷോപ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ പോകുമ്പോഴുടെ ആ ഒരു പ്ലേസിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. ബബ്ബൂസ് ആണെങ്കിൽ എന്തൊക്കെ കാട്ടിക്കുന്നുണ്ടായിരുന്നു. അത് വേണം, ഡൊനറ്റ് വേണം, ചോക്ലേറ്റ് വേണം. ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം ഇതൊക്കെ കഴിച്ചാൽ പിന്നെ എന്തായാലും അവൾ ചോറൊന്നും കഴിക്കില്ല എന്ന് എനിക്ക് ഷുവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾ പറയുന്നൊന്നും കേൾക്കാത്ത പോലെ നിന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഇതൊക്കെ കയറിയിട്ട് പോകുന്നുള്ളത്. അങ്ങോട്ട് ഫുഡ് കോർട്ട് കുറച്ച് മുകളിലാണ്. ഇതിലൊക്കെ പോകുമ്പോൾ ബബ്ബൂസ് ഓടിയിട്ട് കയറില്ല. എത്തിച്ചാൽ പോകുന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നു ബബ്ബൂസിനെ നല്ലോണം കെയർ ചെയ്യണമെന്ന്. അതേപോലെ ഇവിടെ പോയപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബബ്ബൂസിനെ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്. അന്നേരം ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അവളെ കൈ വിട്ടിട്ടേ ഇല്ല. അവളാണെങ്കിൽ സാധാരണ ഞങ്ങൾ പോകുന്ന പ്ലേസ് അല്ലേ ഇത്. അപ്പോൾ എല്ലാം അവൾക്കൊരു പരിചയമുള്ള പോലെ അതിലോ ഇതിലൊക്കെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ബബ്ബൂസ് ഫുള്ള് കളിയും ചിരിയും. അവൾക്ക് പറയണ്ട, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാളിൽ പോകുന്നത്. വേറെ ആരും പോകുന്നത് അത്ര ഇഷ്ടമൊന്നുമില്ല മോൾക്ക്. പിന്നെ ഇവിടെ എന്തെല്ലോ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പോവാന്ന് വിചാരിച്ച് പോകുന്നേരം എല്ലാം കണ്ടു. നമ്മൾ അത് എന്തെല്ലോ പുതിയതായിട്ട് വന്നിട്ട് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. ഓരോരുത്തർ അത് വേണം ഇത് വേണം എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് ഉമ്മ പറഞ്ഞ് എനിക്ക് റൈസ് എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നു. അന്നേരം ഞാൻ ഓരോ കൗണ്ടറിൽ ഇങ്ങനെ പോയിട്ട് ഉമ്മക്ക് എന്തായാലും വെജ് അല്ലാത്ത ഉമ്മ കഴിക്കില്ല. ഇങ്ങനത്തെ ഇടുന്നൊന്നും ഉമ്മ നോൺ വെജ് കഴിക്കാറ് കുറച്ച് കുറവാണ്, ഉമ്മക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരുപാട് റൈസ് അത് ഇതെല്ലാം നോക്കിക്കൊണ്ടുണ്ട്. പിന്നെ ഞാനും വിചാരിച്ച് നമ്മളും മന്തിയ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഉച്ചയ്ക്ക്. പിന്നെ ചിക്കന് വേറെ അങ്ങനത്തെ പിസ്സ ഒന്നും വേണ്ടെന്ന് വിചാരിച്ച്. സിസ്റ്റർ കുട്ടികളും പിസ്സ ഷവർമ അങ്ങനത്തെ ഒക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ റൈസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു. ഉമ്മക്ക് ഞാൻ വെജ് പുലാവൊക്കെ ഓർഡർ ചെയ്തത്. അങ്ങനെ ഉമ്മക്ക് പെട്ടെന്ന് കൊടുത്തു കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഉമ്മ ഫുഡൊക്കെ നേരത്തെ കഴിക്കുന്നതല്ല, ഇങ്ങനെ ലേറ്റായിട്ടൊന്നും എൻ്റെ ഉമ്മ കഴിക്കാറില്ല. അങ്ങനെ ഉമ്മ കഴിച്ചു. പിന്നെ ഞാൻ ബാക്കി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ആ ടൈം ആകുമ്പോൾ അവർ വിളിച്ച് അതൊക്കെ ഞാൻ വാങ്ങിക്കാൻ ഇങ്ങോട്ട് ലിതാഫിനെ കൂട്ടിയിട്ട് വന്ന്. അങ്ങനെ ഓരോരുത്തരുടെ റൈസും ഇതൊക്കെ ചിക്കനൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റർ അപ്പുറത്തെ ടേബിളിലുണ്ടായിരുന്നു. അവൾ വേറെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു. അവൾ ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റായിരുന്നു. എന്നിട്ട് ഞാൻ ഇവർക്ക് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. ബബ്ബൂസ് അവിടെ എന്തെല്ലോ പിരിയാക്കുന്നവർക്കോ ഉമ്മച്ചിൻ്റെ കൂടെ കഴിക്കുന്നു. പിന്നെ അവളെ പ്ലേറ്റിനെടുക്കുന്ന എന്തൊക്കെ ചെയ്തുകൊണ്ടുണ്ട്. അവൾ വീട്ടിലായാലും അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അടങ്ങിയിരിക്കില്ല, പിരി ആയിക്കൊണ്ടുണ്ടാവും. ലസ നേരെ അപ്പുറത്തെ ടേബിളിൽ ഇരുന്നിട്ട് നേരെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവർക്കൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് സിസ്റ്റർ ഫുഡും കൂടി അവിടെ വന്നു. അങ്ങനെ അല്ലു ഷിസ അവരൊക്കെ അപ്പുറത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾക്ക്
ഓർഡർ ചെയ്ത ഫുഡ് തന്നെ കുറച്ച് ആയിരുന്നു, കാരണം അത് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ റാപ്പൊക്കെ വാങ്ങിയായിരുന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സിസ്റ്റർ റാപ്പ് ഇതൊക്കെ അവളാണ് ഓർഡർ ചെയ്തത്, ഞാൻ റൈസ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തത്. എന്നിട്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് കുറേ ഷോപ്പ് ഓഫർ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല ഓഫറിൽ ഡ്രസ്സോ ചെരുപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മാക്സിലൊക്കെ കുറേ നോക്കി. ബബ്ബൂസ് പിന്നെ ഷോപ്പിൽ കയറിയാൽ അവളെ പറയണ്ട, എല്ലാ ഡ്രസ്സും എടുത്ത് ഇങ്ങനെ ട്രോളിയിലും അതിലും ബാഗിലൊക്കെ ഇട്ട് വെക്കും, എനിക്ക് അത് വേണം ഇത് വേണം. പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അവളെ എല്ലാം വലിച്ചിടണ്ട. പിന്നെ അവളെ സൈസ് കാണുമ്പോൾ അവൾ വിചാരിക്കുന്നത് എല്ലാം നമ്മൾ വാങ്ങിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോന്ന് സോക്സും ഒരു വലിയ ബാഗ് കൊടുത്തിട്ട് എല്ലാം അതിൽ ഇട്ട് നിറക്കുന്നുണ്ട്. അതേപോലെ ബില്ലാക്കുന്ന സമയത്ത് അത് എടുത്തില്ലെങ്കിൽ പിന്നെ അവളെ ഫുള്ള് കരച്ചലും. അങ്ങനെ ഞാൻ ലാസ്റ്റ് അവൾ ഇട്ടെന്ന് എനിക്ക് എന്തെങ്കിലും നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഞാൻ ബില്ലാക്കിയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാറാണ്. അവൾ പിന്നെ ഫുള്ള് ഭാര്യ വെച്ചിട്ട് എല്ലാം ഇട്ടിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ലെസാണെങ്കിൽ ഇവിടെ ചെരുപ്പ് നോക്കിക്കൊണ്ടുണ്ട്. ചെരുപ്പൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ മോൾക്ക് ഷിസാക്കൊക്കെ ചെരുപ്പ് ഷൂ ഒക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ലസയും അവിടെ നോക്കിക്കൊണ്ടുണ്ട്, അവൾക്കും ഇഷ്ടമായില്ല നല്ലോണം. മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു വെയിലാണ് ആ ഷൂ ഒക്കെ ഉള്ളത്. അല്ലുക്കുട്ടൻ എന്തോ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. ലിദാഫ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഉമ്മ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് എടുത്തോണ്ടെല്ലാം ഉണ്ടായിരുന്നു. ബബ്ബൂസ് ലിദാഫിനവിടെ പിരിയാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവൾക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. ഉറക്കം വരുമ്പോഴാണ് അവളെ കൂടുതൽ പിരിയാക്കാറ്. എന്നിട്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൗണ്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ അടിപൊളി ഷൂ ആയിരുന്നു ലസാവും ഷിസാവും എടുത്തത്. ലസ ഒരു ക്രീം കളർ ഷൂ എടുത്ത്, ഷിസ പിങ്ക്, പിന്നെ അല്ലുൻ്റെ റെഡ്. ബബ്ബൂസിൻ്റെ സൈസ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ബബ്ബൂസ് പിരിയായിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അവളെ അടുത്ത് പറഞ്ഞ് വേറെ ഷോപ്പിൽ നിന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് വേറെ 2-3 ഐറ്റമൊക്കെ ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഷോപ്പിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ വന്നു, സ്പാറിൽ വന്നു. കുട്ടികൾക്ക് ബാഗ്, ടിഫിൻ അങ്ങനത്തെ ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓഫർ കണ്ടു. ബാഗൊക്കെ അടിപൊളി നല്ല ഡിസൈനും അതേപോലെ നല്ല കമ്പനി ബാഗൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ലത ഓടിച്ചെന്ന് ബാർബിൻ്റെ പിക്ചറൊക്കെ കാണുമ്പോൾ ലത ഓടിയിട്ട് പോയിട്ട് അവൾ ലസാക്കും അതേപോലെ ബബ്ബൂസിനും എല്ലാവരും അവർ ബാഗ് എടുത്തു. നല്ല ഡിസൈനായിരുന്നു അതിൻ്റെ, നല്ല ക്വാളിറ്റിയും നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് ലാസ്റ്റ് ഇയർ പോയിട്ട് നമുക്ക് എനിക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ അടുത്ത് പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം നമുക്ക് കാസർഗോഡ് നിന്ന് വാങ്ങിക്കുന്ന വേണ്ട, മാംഗ്ലൂരിൽ നിന്നെല്ലാം വാങ്ങിക്കാം, മാളിൽ നമുക്ക് ആ ഒരു ടൈമിൽ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലേന്ന്. അങ്ങനെ ടിഫിന് മാത്രം എടുത്തില്ല, വാട്ടർ ബോട്ടിൽ, ബാഗ് ഇതൊക്കെ ഞങ്ങൾ എടുത്തു. അതേപോലെ ഇത് നോക്കും, വാട്ടർ ബോട്ടിൽ അടിപൊളി നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല കളേഴ്സുള്ള നല്ലത് കിട്ടി ഞങ്ങൾക്ക്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി എല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ കാറിൽ വെക്കുന്നുള്ളത്. കാരണം ഒരുപാട് നമുക്കൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മാളിനകത്ത് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ലിദാഫിനെ കൂട്ടിയിട്ട് സ്പാറിന്ന് വാങ്ങിച്ച ആ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പ്രെയർ റൂമിലേക്ക് പോയി. ഏറ്റവും മുകളിലായിരുന്നു പ്രെയർ റൂം. അപ്പോൾ ആ കുട്ടികളൊക്കെ ഒരു സൈഡിൽ എത്തി. ലിദാഫും ലിനുവും അപ്പുറത്ത് പള്ളിയുണ്ട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണുങ്ങളെ പള്ളിയുണ്ട്. അപ്പോൾ അവർ അവിടെ പോയി നിസ്കരിച്ച് ഞങ്ങൾ ലേഡീസ് പ്രെയർ ഹാളിൽ പോയി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി. ഈ മാളിൻ്റെ ഫ്രണ്ട് സൈഡിൽ നല്ല ചാറ്റ്സിൻ്റെ ഷോപ്പൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ പോകുന്നേരം തന്നെ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു രാത്രി നമുക്ക് ഫുള്ള് ചാറ്റ്സ് ഇതുപോലത്തെ എന്തൊക്കെ കഴിക്കാം വെജ് ആയിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ
കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്യണം, കാരണം ടോക്കനൊക്കെ തരുന്നുണ്ട്. അത്രയും ആൾക്കാരാണ് ഇവിടെ. അങ്ങനെ ഓരോരുത്തർ ലസൊക്കെ പറഞ്ഞ് എനിക്ക് ചെറുമുറി മതി മതി മമ്മ എന്ന്. ഞാൻ പിന്നെ ഇത് ദേപ്പൂരി, ലിനു ജ്യൂസ്, ദേപ്പൂരി അങ്ങനത്തെ ഒക്കെ ഓരോരുത്തരായിട്ട് വേറെ വേറെ ഷോപ്പിലായിട്ട് ഓർഡർ ചെയ്ത്. ഒരേ ഷോപ്പിലല്ല, സെപ്പറേറ്റ് ആണ്. അപ്പോൾ കുറേ ടൈമും പിടിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അടുത്ത ചാറ്റ്സൊക്കെ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര കഴിച്ചാലും ഒരു മതി വരാത്ത ആ ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ നല്ലോണം കഴിച്ച്. ഞാൻ വിചാരിച്ചിട്ടില്ല അവർ ഇതൊന്നും കഴിക്കുന്നേ വിചാരിച്ചിട്ടില്ല ഓർഡർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അവർ ഇതൊക്കെ നല്ലോണം കഴിച്ചു, കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, എന്തെല്ലാം സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവരൊക്കെ നല്ല പോലെ കഴിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെത് അവസാനമാണ് കിട്ടിയത്. അങ്ങനെ അവൾ അവസാനം വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഉമ്മ പാനിപൂരിയാണ് ഓർഡർ ചെയ്തത്. ഉമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെജിൽ എന്തായാലും ഉമ്മ കഴിക്കും. നോൺ വെജ് ഒന്നും ഇങ്ങനെ പുറത്തുനിന്നൊന്നും ഉമ്മ കഴിക്കാറില്ല. ഉമ്മക്ക് ഇഷ്ടമേ വീട്ടിൽ ഉണ്ടാക്കിയതല്ലാത്ത. അങ്ങനെ ഞാനും നല്ല പോലെ കഴിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്നു. അങ്ങനെ നല്ല പോലെ കഴിച്ചു. അങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെൻഡ് ചെയ്യുക.